സൗദി അറേബ്യയിലെ കുർനാത്തയിൽ തടവിൽ കഴിഞ്ഞിരുന്ന മലയാളികൾ നാട്ടിൽ തിരിച്ചെത്തി. വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ തടവിൽ കഴിയുന്നവരെക്കുറിച്ച് റിപ്പോർട്ടർ വാർത്ത നൽകിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇടപെടുകയായിരുന്നു. ട്രാവൽ ഏജൻസിയുടെ ചതിയിൽപ്പെട്ടാണ് പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ള 8 പേർ സൗദിയിൽ കുടുങ്ങിയിരുന്നത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. പെരിന്തൽമണ്ണയിലെ 3 സ്റ്റാർ ട്രാവൽസും കോഴിക്കോട്ടെ റൈബാൻ ട്രാവൽസും 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ ഈടാക്കിയാണ് 8 പേരെയും സൗദിയിലെത്തിച്ചത്. പച്ചക്കറി മാർക്കറ്റിൽ ലോഡിംഗ് അൺലോഡിംഗ് ജോലിയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പണിയൊന്നും ലഭിച്ചിരുന്നില്ല. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് 8 പേരെയും വെള്ളവും ഭക്ഷണവും നൽകാതെ തടവിലാക്കിയത്. ഇവരുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ വാർത്ത നൽകിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇടപെടുകയായിരുന്നു. റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത തർജ്ജിമ ചെയ്ത് മറ്റു മലയാളികൾ കഫീലിനെ കാണിക്കുക കൂടി ചെയ്തതോടെയാണ് വേഗത്തിൽ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങിയത്. നല്ല ഇത് തന്നെ കണ്ണിങ് ആയിട്ട് തന്നെ വാർത്ത ഞങ്ങൾ ഗഫീലിനടക്കം ഞങ്ങൾ സൗദിക്കടക്കം ഞങ്ങൾ മലയാളത്തിൽ ഇത് തർജ്ജമ ചെയ്ത് കൊടുത്താണ്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഇത്രയും പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നോർക്ക റൂട്ട്സ് മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഏറ്റെടുത്തു. നാട്ടുകാരാണ് ടിക്കറ്റിനുള്ള പണം നൽകിയത്. ട്രാവൽ ഏജൻസികൾക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടിക്ക് പോകാനാണ് 8 പേരുടെയും തീരുമാനം. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം.